ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2021 നമ്മളുടെ SSLC എക്സാമിന്, നമ്മളുടെ SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗണിതാശയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഥവാ 29ാമത്തെ ചോദ്യം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ 2 വർഷത്തിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാണ്. അപ്പോൾ ഈ വർഷം ചോദിച്ച ചോദ്യം നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ അതിന് മുമ്പ് ചെയ്ത എല്ലാ വീഡിയോകളും ഒരു SSLC മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അധികം ദിവസങ്ങളില്ല. അപ്പം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കാം. Read the following passage, understand the mathematical concept in it, and answer the questions that follows. താഴെ കൊടുത്തിരിക്കുന്ന ഗണിതാശയം വായിക്കുക, മനസ്സിലാക്കിയ ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. Circle passing through all 3 vertices of a triangle is its circumcircle. Like this, the circle touching all the 3 sides of a triangle is incircle. ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തമാണ് ത്രികോണത്തിന്റെ പരിവൃത്തം. അതുപോലെ ത്രികോണത്തിന്റെ 3 വശങ്ങളെയും തൊടുന്ന വൃത്തമാണ് അന്തർവൃത്തം. ത്രികോണത്തിന്റെ കോണുകളുടെ സമഭാജികൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവാണ് അന്തർവൃത്ത കേന്ദ്രം. ഇപ്പം ഈ പറഞ്ഞ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്ട് ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അന്തർവൃത്തത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്തർവൃത്തം എന്ന് പറയുന്നത് കോണുകളുടെ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു. കോണിന്റെ സമഭാജികളാണ് ഈ വരച്ചിട്ടുള്ള ഓരോ ലൈനുകളും. ആ ലൈനുകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് നമ്മളുടെ വൃത്തകേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൃത്തത്തിന്റെ വശങ്ങളെ തൊടുന്നതാണെന്നുണ്ടെങ്കിൽ അത് അന്തർവൃത്തം, വൃത്തത്തിന്റെ മൂലകളെയാണ് തൊടുന്നതെങ്കിൽ അത് പരിവൃത്തം. ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു ദ ടച്ചിങ് പോയിന്റ് ഈസ് ഇറ്റ്സ് റേഡിയസ്. കേന്ദ്രത്തിൽ നിന്നും തൊടുന്ന ബിന്ദുവിലേക്കുള്ള അകലമാണ് വൃത്തത്തിന്റെ ആരം. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ദ സം ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ OBC, OAC ആൻഡ് OAB. അത് ആ ചിത്രവും വെച്ചിട്ടാണ് പറയുന്നത്. ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഈസ് ടേക്കൺ R ആൻഡ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആസ് ABC. ABC എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് OBC, OAC, OAB എന്നീ ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ്. അന്തർവൃത്ത ആരം R എന്നും ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം ABC എന്നും എടുത്താൽ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC, ത്രികോണം ABCയുടെ പരപ്പളവ് ഹാഫ് ഇൻറ്റു AR. വശത്തിന്റെ നീളം A എന്ന് പറഞ്ഞല്ലോ. അതിനു മുമ്പ് നമ്മളൊരു ചിത്രം കണ്ടില്ല, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെയുള്ളതാണ് റേഡിയസ് എന്ന് പറയുന്നത്. വശങ്ങളുടെ നീളത്തിന് ABC എടുത്തു കഴിഞ്ഞാൽ നമ്മളിതിന് ഓരോ ട്രയാങ്കിൾ ആക്കി മാറ്റുക. അങ്ങനെ ട്രയാങ്കിൾ ആക്കി മാറ്റുമ്പോൾ ഇതാണ് ഒരു ബേസ്, ഇതാ ട്രയാങ്കിളിലേക്കുള്ള ഹൈറ്റ്. ബേസ് ഹൈറ്റ് കണ്ടോ. അങ്ങനെയാണ് ഹാഫ് AR, ഹാഫ് BR, ഹാഫ് CR എന്ന് വന്നത്. ദെൻ ഹാഫും ആറും എല്ലാത്തിലും കോമൺ ആണ്. അപ്പോൾ ഹാഫിനെ ആറിനെ പുറത്തെടുത്തു. A + B + C എന്നുണ്ടാവും. അത് നമുക്ക് പറയാൻ സുഖത്തിന് R × A + B + C/2 എന്നാക്കി, R × S എന്നാക്കി. ഇവിടെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B + C/2 ആണ്, അഥവാ ഹാഫ് ഓഫ് പെരിമീറ്റർ, ചുറ്റളവിന്റെ പകുതി. അപ്പോൾ ഈ കാര്യം ഓർത്തുള്ളൂ കേട്ടോ. ഏരിയ എന്ന് പറയുന്നത് R × S ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? R × S ആണ്. അതിൽ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി അഥവാ ചുറ്റളവിന്റെ പകുതി. ഇനി ഓരോ ചോദ്യങ്ങൾ. സർക്കിൾ ടച്ചിങ് ഓൾ ദ 3 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളെയും തൊടുന്ന വൃത്തമാണ് സർക്കം സർക്കിള്, ഇൻസർക്കിള്, സെമി സർക്കിള്, എലിപ്സ്. പരിവൃത്തം, അന്തർവൃത്തം, അർദ്ധവൃത്തം, ദീർഘവൃത്തം. ഇനി സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ ദ 3 വേർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ്. ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തമാണ്. 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സർക്കം സർക്കിള്, ഇൻസർക്കിള്, സെമി സർക്കിൾ, എലിപ്സ്. നേരത്തെ തന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ്. പരിവൃത്തം, അന്തർവൃത്തം, അർദ്ധവൃത്തം, ദീർഘവൃത്തം.
If the radius of the incircle is taken as r and the half of the perimeter is s, then area of the triangle is. ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം r എന്നും ചുറ്റളവിന്റെ പകുതി s എന്നും എടുത്താൽ ത്രികോണത്തിന്റെ പരപ്പളവ് r plus s, r by s, r into s, r square into s. The perimeter of a triangle is 20 cm and the radius of its circle is 2 cm. What is the area of the triangle in square centimeter? ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം 2 സെന്റിമീറ്റർ, ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് സമം ചതുരശ്ര സെന്റിമീറ്ററിൽ കാണണം. 40, 20, 10, 5. ഇനി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 24 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 24 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡാഷ് സെന്റിമീറ്റർ. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്റർ, ചുറ്റളവ് 24 സെന്റിമീറ്റർ ആയാൽ അന്തർവൃത്ത ആരം സെന്റിമീറ്ററിൽ എത്രയാണ്? 1, 2, 15, 2.5. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഉത്തരങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. സർക്കിൾ ടച്ചിങ് ഓൾ ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളെ തൊടുന്ന വൃത്തം. സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ ദ 3 vertices ഓഫ് എ ട്രയാങ്കിൾ ഈസ് സർക്കംസർക്കിൾ. സർക്കിൾ ടച്ചിങ് ഓൾ ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഇറ്റ്സ് ഇൻസർക്കിൾ. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ മുകളിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് അതിന്റെ ഉത്തരം. അപ്പോ സർക്കിൾ ടച്ചിങ് ഓൾ ദ 3 sides എന്താ? ഇൻസർക്കിൾ. ടച്ചിങ് ഓൾ ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം. ഇനി സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ ദ 3 vertices ഓഫ് എ ട്രയാങ്കിൾ. vertices ഓഫ് ട്രയാങ്കിൾ മുകളിൽ ഓൾ ദ 3 vertices ഓഫ് എ ട്രയാങ്കിൾ ഈസ് സർക്കംസർക്കിൾ, പരിവൃത്തം. ഓക്കെ, സർക്കംസർക്കിൾ അഥവാ പരിവൃത്തം. കിട്ടില്ലേ? നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. ഇനി ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഈസ് ടേക്കൺ ആസ് r. റേഡിയസ് r ആണ്. ഹാഫ് ഓഫ് ദ പെരിമീറ്റർ s ആണ്. നമ്മൾ നേരത്തെ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരുന്നു ഒരു ഹാഫ് ഇൻറ്റു AR പ്ലസ് BR പ്ലസ് CR. അതിനുശേഷം ഹാഫ് ഇൻറ്റു ആറിനെ പുറത്തെടുത്തിട്ട് നമ്മൾ എഴുതിയെന്ത്? A പ്ലസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാണ് കേട്ടോ, A പ്ലസ് B പ്ലസ് C എന്ന് എഴുതി. അതിനുശേഷം വീണ്ടും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതി R ഇൻറ്റു A പ്ലസ് B പ്ലസ് C ബൈ 2 എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ A പ്ലസ് B പ്ലസ് C ബൈ 2നെ S എന്നെടുത്തു. അഥവാ സെമി പെരിമീറ്റർ, ചുറ്റളവിൻ്റെ പകുതി, ഹാഫ് ഓഫ് പെരിമീറ്റർ. അപ്പോൾ ഏരിയ എന്താ? R ഇൻറ്റു S. അതല്ലേ എവിടെയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയ എന്താ? R ഇൻറ്റു S. അടുത്ത് ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 20. പെരിമീറ്റർ 20. പെരിമീറ്റർ 20. അപ്പോൾ P ഈക്വൽ ടു 20. ഇനി റേഡിയസ് ഓഫ് ഇൻസർക്കിൾ R ഈക്വൽ ടു 2. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ഏരിയ കാണണം. എന്ത് ഏരിയ കാണാൻ? ലൊക്കേഷൻ R ഇൻറ്റു S ആണ്. അപ്പോൾ R ഇൻറ്റു S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് പെരിമീറ്റർ, ചുറ്റളവിൻ്റെ പകുതി. അപ്പോൾ 20 പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 10. അപ്പോൾ 2 ഇൻറ്റു 10 എത്ര കിട്ടും? 20 കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇതാണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ഇക്വേഷൻ A ഈക്വൽ ടു R ഇൻറ്റു S. ഇനി അടുത്ത ചോദ്യം, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 24. ഏരിയ 24 ആണ്. അപ്പോൾ ഏരിയ തന്നിക്കണം. ആൻഡ് പെരിമീറ്റർ 24. പെരിമീറ്റർ 24 ആണ്. അപ്പോൾ S എന്തായിരിക്കും? 12 ആയിരിക്കും, കാരണം പെരിമീറ്ററിൻ്റെ പകുതി. ഓക്കെ, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ R കാണണം. അപ്പോൾ ഈ 12നെ പുറത്ത് കൊടുത്താൽ പോരെ. അപ്പോൾ 24/12 ഈക്വൽ ടു 6. 24/12 എത്രയാ? 2. അപ്പോൾ റേഡിയസ് എത്രയാ? 2. ഓക്കെ, അപ്പോൾ ഇൻസർക്കിളിൻ്റെ റേഡിയസ് എത്രയാ? 2. കിട്ടില്ലേ? ഇതാണ് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള എന്ത് നമ്മളുടെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഈ വർഷം 5 മാർക്കിനായിരുന്നു ഈ ചോദ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ 6 മാർക്കിനായിരുന്നു. ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ കേട്ടോ. ഇനി അങ്ങോട്ട് ചിലപ്പോൾ 5 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക. ആ കൺസെപ്റ്റിൽ ഉണ്ടാകും നമുക്ക് ഉത്തരത്തിലോട്ട് എത്താനുള്ള എല്ലാ ക്ലൂസും.
ഓക്കെ. അപ്പോൾ ഈ ചോദ്യത്തിന് ഈ ലാസ്റ്റ് വരുന്ന ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നും കരുതണ്ട. ഏകദേശം നമ്മളെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നത്. ഇപ്പം നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാണ് ഇൻ സർക്കിളിൻ്റെ റേഡിയസ് R=A/S. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് ഇതും, അല്ലേ? അപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. നമുക്ക് നല്ലൊരു മാർക്കോട് കൂടി തന്നെ എന്ത് ചെയ്യണം, നമ്മളുടെ 10ാം ക്ലാസ് പാസ്സായി നമ്മൾ +1 അഡ്മിഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്തണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് എല്ലാവരും പഠിക്കുക. ഇനി ദിവസങ്ങളില്ല. ഓക്കെ. 17ാം തീയതിയാണ് നമ്മളുടെ മാത്സിൻ്റെ എക്സാം വരുന്നത്. ഇപ്പോൾ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് സീരിയസ്നെസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. സോ നന്നായിട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. Do your level best. Okay. Thank you for watching this video. See you soon. Bye.